മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന് വീട് നിർമ്മാണം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള NSS നിർമ്മാണം നടത്തും. തീരുമാനം മന്ത്രി ആർ ബിന്ദുവിന്റെ കുടുംബത്തെ അറിയിച്ചു. സനോജ് ചേരുകയാണ്. സനോജ്, അതിവേഗം നടപടികൾ നീങ്ങുകയാണ്. കുടുംബത്തിന് വലിയ ആശ്വാസമായിരിക്കും. ഒരു കുഞ്ഞു വീടാണ് ആ കുടുംബത്തിനുള്ളതെന്ന് ഇന്നലെ സനോജ് റിപ്പോർട്ടിൽ പറയുന്നത് കണ്ടിരുന്നു. ജോസിലും ആ കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്തായാലും എന്തൊക്കെയാണ് മന്ത്രി അറിയിച്ചത്? ഞാനിപ്പോൾ ഉള്ളത് മരണപ്പെട്ട ബിന്ദുവിൻ്റെ വീടിൻ്റെ സമീപത്ത് തന്നെയാണ്. അല്പം മുമ്പാണ് CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള അഡ്വക്കേറ്റ് K അനിൽകുമാറും മുതിർന്ന CPIM നേതാവായിരുന്ന വൈക്കം വിശ്വനും ഇവിടെ ഈ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിയത്. വൈക്കം വിശ്വനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ജന്മനാടുകൂടിയാണ് ഈ പ്രദേശം. അതുകൊണ്ട് തന്നെ ഇവിടവുമായി അദ്ദേഹത്തിന് ഏറെ ആത്മബന്ധവും അടുപ്പവുമുണ്ട്. മാത്രമല്ല ബിന്ദുവിൻ്റെ അമ്മയുമായി അടുപ്പമുണ്ട്. ബിന്ദുവിൻ്റെ അമ്മ ആദ്യകാല പാർട്ടി പ്രവർത്തക കൂടിയായിരുന്നു. അങ്ങനെ ആ ഒരു ബന്ധത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ നേതാക്കൾ ഇവിടെ എത്തിച്ചേർന്നത്. അതിനിടയിലാണ് മന്ത്രി ആർ ബിന്ദുവിൻ്റെ ഫോൺ കോൾ കൂടി ഇവർക്ക് ലഭിക്കുന്നത്. മന്ത്രി ആർ ബിന്ദു കുടുംബവുമായി ആദ്യം അഡ്വക്കേറ്റ് K അനിൽകുമാറുമായി ഫോണിൽ സംസാരിക്കുകയായിരുന്നു. ഇങ്ങനെ ഒരു തീരുമാനം സർക്കാർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനുണ്ട് എന്ന തീരുമാനം അനിൽകുമാറിനെ അറിയിച്ചു. പിന്നീട് അനിൽകുമാർ ഫോൺ ബിന്ദുവിൻ്റെ ഭർത്താവിന് കൈമാറി അമ്മയുമായി സംസാരിച്ചു. അവരുടെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ പണ്ട് പഞ്ചായത്തിൽ നിന്ന് ലഭിച്ച 35,000 രൂപ മുടക്കി നിർമ്മിച്ച വീടിൻ്റെ നിർമ്മാണം പാതി വഴിയിൽ നിൽക്കുകയാണ്. പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ വീടിൻ്റെ നിർമ്മാണം എത്രത്തോളം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇനി പൂർത്തിയാക്കാനുണ്ടോ അത്രത്തോളം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള NSSൻ്റെ നേതൃത്വത്തിൽ നടത്തുമെന്നാണ് മന്ത്രി ആർ ബിന്ദു കുടുംബത്തെ അറിയിച്ചിട്ടുള്ളത്. അത് സർക്കാർ നിലവിൽ നൽകുന്ന ധനസഹായം, അതായത് സർക്കാർ പല ധനസഹായങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഇന്നലെ മന്ത്രി VN വാസവൻ ഇവിടെ എത്തി കുടുംബാംഗങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ 11-ാം തീയതി ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഈ കുടുംബത്തിന് അർഹമായ ഒരു നഷ്ടപരിഹാര തുകയും സർക്കാർ പ്രഖ്യാപിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്നാൽ അതിനു പുറമെയാണ് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മറ്റൊരു രീതിയിൽ ഈ കുടുംബത്തിന് സഹായവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അത് അവരുടെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അവരുടെ വീട് നിർമ്മാണം പ്രത്യേകിച്ച് ബിന്ദുവിന് 350 രൂപ മാത്രം വരുമാനമുണ്ടായിരുന്ന ഒരു ചെറിയ ജോലി മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ ജോലി കിട്ടിയ പണം കൊണ്ടാണ് ഒരു കുടുംബത്തെ അവർ മുന്നോട്ട് നയിച്ചിരുന്നത്. മൂത്ത മകൻ BTech വിദ്യാർത്ഥിയാണ്. BTech പഠനം പൂർത്തിയാക്കിയ ആളാണ്. സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്നു. അത് പൂർത്തീകരിച്ചിട്ടുണ്ട്. മകൾ BSc നഴ്സിംഗ് വിദ്യാർത്ഥിയാണ്. ആ പഠനവും അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ 2 മക്കൾക്കും ഉന്നത വിദ്യാഭ്യാസം നൽകുവാൻ ആ അമ്മ അക്ഷീണം പ്രയത്നിച്ചിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇവരുടെ വിദ്യാഭ്യാസ യോഗ്യതകൾ. അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ഏറ്റെടുക്കുകയാണ്. ആ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഈ കുടുംബത്തിൻ്റെ നിലവിലത്തെ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ആ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിച്ചു കൊടുക്കുവാൻ വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. അതാണ് ബിന്ദുവിൻ്റെ കുടുംബത്തെ അറിയിച്ചിട്ടുള്ളത്. ഷമി, സനോജ്, ആ വീട് അതുപോലെ പുതുക്കി പണിയുകയാണോ, അല്ല അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുകയാണോ, അതോ കുറച്ചുകൂടി വിപുലപ്പെടുത്തി ആ വീട് നിർമ്മാണം പൂർത്തിയാക്കാനാണോ ഉദ്ദേശിക്കുന്നത്? സനോജാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിലെ പഴയ കെട്ടിടം ഇടിഞ്ഞു വീണ് മരിച്ച ബിന്ദുവിൻ്റെ കുടുംബത്തിന് ആശ്വാസമാകാൻ സംസ്ഥാന സർക്കാർ ഇടപെടുകയാണ്. മരിച്ച ബിന്ദുവിൻ്റെ കുടുംബത്തിൻ്റെ വീട് നിർമ്മാണം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കും. ഇത് സംബന്ധിച്ച വിവരം ബിന്ദുവിൻ്റെ കുടുംബത്തെ മന്ത്രി ആർ ബിന്ദു നേരിട്ട് വിളിച്ചറിയിച്ചിട്ടുണ്ട്. NSS ആണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുക. അതിന് വേണ്ടുന്ന സമ്പത്തും മറ്റു കാര്യങ്ങളും ഉന്നത വിദ്യാഭ്യാസ വകുപ്പായിരിക്കും ഏറ്റെടുക്കുക. സനോജാണ് വിവരങ്ങൾ നൽകിയത്.